ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. 18 മഹാതത്വപ്പടിമേൽ യോഗമാർന്നിടും പന്തളേശ്വരാ നൽകൂ നെയ്യഭിഷേക സുദർശനം. പന്തളേശ്വരാ നൽകൂ നെയ്യഭിഷേക സുദർശനം. സൃഷ്ടിപ്രക്രിയ അങ്ങേയറ്റം ആദരണീയം, അങ്ങേയറ്റം പവിത്രം. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഉള്ളവരായിരിക്കുന്നത്. ഈ ലോകത്തിലുള്ള സമസ്ത ചരാചരങ്ങളും ജനിക്കുന്നതും നിലനിൽക്കുന്നതും ഉള്ളവരായി ജീവിക്കുന്നതും ഈ സൃഷ്ടിപ്രക്രിയ നടക്കുന്നത് കൊണ്ടാണ്. ആ സൃഷ്ടിപ്രക്രിയയും ഇവിടെ 18 പടിയിലും തുടർന്നുള്ള ദർശനത്തിലും ക്രമീകരിച്ചിരിക്കുന്ന ലയപ്രക്രിയയും നേരെ വിപരീതമാണ്. അതാണ് സംഭവം. ഇത് രണ്ടും നേരെ വിപരീതമാണ്. അതുകൊണ്ടാണ് ഇതറിയുന്ന നമ്മുടെ അമ്മുമ്മമാര്, മുത്തശ്ശിമാര്, നൂറ്റാണ്ടുകൾ മുമ്പ് ജീവിച്ചിരുന്ന മുത്തശ്ശിമാര്, അവർക്ക് വേദാന്തശാസ്ത്രം നന്നായി അറിയാം. അവരെന്നും അധ്യാത്മരാമായണം വായിക്കുന്നവരാണ്. എഴുത്തച്ഛൻ അധ്യാത്മരാമായണം എഴുതുന്നതിന് മുമ്പ് ശ്രീരാമൻ എഴുതിയ രാമചരിതം ഉൾപ്പെടെയുള്ളത് വായിക്കുന്നവരാണ്. വാൽമീകിയുടെ രാമായണവും വ്യാസന്റെ മഹാഭാരതവും വേദമന്ത്രങ്ങളും ഒക്കെ പഠിക്കുകയും ജപിക്കുകയും ചെയ്യുന്നവരാണ്. അവർക്കറിയാം. അവർ തീരുമാനിച്ചു ഈ സമയത്ത് പോകാൻ പാടില്ല, ഇത് രണ്ടും വിപരീതമാണ്. അതുകൊണ്ടാണ് അവർ വരാത്തത്. 10 വയസ്സിന് മുമ്പ് വരും. എല്ലാ ഭക്തന്മാർക്കും അങ്ങനെ അറിയാം. 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ അവർ വിധിപ്രകാരം നോറ്റ് കൊണ്ടുവരും. 50 വയസ്സ് കഴിഞ്ഞതിന് ശേഷം, ചിലപ്പോൾ 50 വയസ്സാകാം, ചിലപ്പോൾ 55 വയസ്സാകാം, അതൊക്കെ അവർക്കറിയാം. അതിനുശേഷം അവർ വരും. സൃഷ്ടിപ്രക്രിയ നിലയ്ക്കുമ്പോൾ അവർ വരും. അതിനുശേഷം എത്ര കാലം മല ചവിട്ടാനുള്ള ശേഷി ശരീരത്തിനുണ്ടോ അത്രയും കാലം വരും. ഇതാണ് അതിൻ്റെ കാരണം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ TV ചാനലുകളിൽ ഇരുന്നു കൊണ്ട് അരുതായികകൾ ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞു. അയ്യപ്പനെ ആക്ഷേപിച്ചു, ദൈവത്തെ ആക്ഷേപിച്ചു, തീർത്ഥാടനത്തെ ആക്ഷേപിച്ചു. അതിനെ ആക്ഷേപിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യം. കഥയറിയാതെ ആട്ടം കാണുക എന്നൊരു ശൈലി നമുക്കുണ്ട്. അതേപോലെ കഥയറിയാതെ ആട്ടം കാണുകയായിരുന്നു അവരെല്ലാവരും. എന്ന് മാത്രമല്ല, ചില ആളുകൾ അറിവില്ലായ്മ കൊണ്ട്, ചില ആളുകൾ മനഃപൂർവ്വമായിട്ട് ഈ തീർത്ഥാടനത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ച് ആര് തകർക്കാൻ ശ്രമിച്ചാലും തകരില്ല, സാധിക്കുകയുമില്ല. ഓരോ വർഷവും അവിടെ വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണം, അത് അയ്യപ്പന്മാരായാലും മാളികപ്പുറങ്ങളായാലും, അവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ഭക്തിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ തകർക്കാൻ അവർ ശ്രമിച്ചു. എന്നിട്ട് അവരെന്തെല്ലാം വ്യാഖ്യാനിച്ചു. ആർത്തവം എന്ന് പറഞ്ഞ് അപഹസിച്ചു. ആർത്തവമൊന്നും ഇതുമായി ബന്ധപ്പെടുന്നില്ല. ആർത്തവവുമായിട്ടും യാതൊരു ബന്ധവുമില്ല. ആർത്തവത്തിൻ്റെ അശുദ്ധതയെ ഒന്നുമില്ല ഇതിനകത്ത്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ നടക്കുന്ന, യുവതിമാരുടെ ശരീരത്തിൽ നടക്കുന്ന ആ സൃഷ്ടിപ്രക്രിയ, അതിനെ തടയാൻ ആർക്കും പറ്റൂല. ആ സൃഷ്ടിപ്രക്രിയ കാരണമാണ് ഈ സമയത്ത് അവർ വരാത്തത്. അത് ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്, ആദരണീയമാണ്. അതുകൊണ്ടാണ് നമ്മുടെ അമ്മയെ നമ്മൾ ആദിപരാശക്തിയുടെ അവതാരമായിട്ട് പൂജിക്കുന്നത്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ എന്ന് തൈത്തീരിയോപനിഷത്ത്. അമ്മ ദേവതയാണ്. ആദ്യം നമസ്കരിക്കേണ്ടത് അമ്മയെയാണ്. അമ്മയുടെ അനുവാദമുണ്ടെങ്കിലേ സന്യസിക്കാൻ പോലും പറ്റുള്ളൂ. ശങ്കരാചാര്യസ്വാമികൾ സന്യസിക്കുന്നത് അവസാനം അമ്മ സമ്മതിച്ചതിന് ശേഷമാണ്. ഇല്ലാതെ സന്യസിക്കാൻ പോലും ആർക്കും അധികാരമില്ല. ഏറ്റവും വലിയ അധികാരം അമ്മയുടേതാണ്. പിന്നെ അച്ഛൻ്റെ, അത് കഴിഞ്ഞാൽ ആചാര്യൻ്റെ. ഇതാണ് ഭാരതീയ പാരമ്പര്യം. ഈ പാരമ്പര്യത്തിൻ്റെ മഹത്വം അറിയാതെ വിഡ്ഢിത്തങ്ങളെല്ലാം പറഞ്ഞു, കോലാഹലം കൂട്ടി. ഈ ലേഖനം പുറത്തു വന്നപ്പോൾ
ചില ആളുകൾ എന്നോട് സംശയം ചോദിച്ചു, സൃഷ്ടിപ്രക്രിയയിൽ പുരുഷനും പങ്കുണ്ടല്ലോ എന്ന്. അപ്പോൾ പിന്നെ അവർ പോകുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അങ്ങനൊരു സംശയം പലർക്കും ഉണ്ടാകാം. അതുകൊണ്ട് അതും കൂടി ഉത്തരം ഇവിടെ പറയുന്നു. പുരുഷന് അതിൽ നിസ്സാരമായ പങ്കേയുള്ളൂ. ഒരു ബീജത്തെ അതിനെ ഒരു കുഞ്ഞായിട്ട്, ആരോഗ്യമുള്ള കുഞ്ഞായിട്ട് 10 മാസത്തോളം ചെന്ന് ഈ ഭൂമിയിലേക്ക് ജീവനോടുകൂടി കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്യന്തം സങ്കീർണമായ പ്രക്രിയയാണ്. അത്യന്തം ഉദാത്തമായ ദൈവീക പ്രക്രിയയാണ്. ആ സങ്കീർണമായ പ്രക്രിയ, സൃഷ്ടിപ്രക്രിയ, അതാണ് യുവതിമാരിൽ നടക്കുന്നത്. അതിന് സമാനമായി വേറെ ഒരു പ്രക്രിയയുമില്ല ഈ ലോകത്ത്. ലക്ഷക്കണക്കിന്, 10,000-കണക്കിന് കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിർമ്മിച്ച് ആ കോശങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി അതിനെയെല്ലാം കൃത്യമായി കൂട്ടിയിണക്കി അതിൻ്റെ എല്ലാം ചുമതലകളെല്ലാം കൃത്യമായി നിലനിർത്തി ഇങ്ങനെ ആരോഗ്യമുള്ള ശരീരത്തെയും അതേപോലെ ബുദ്ധിയും അതേപോലെ മനസ്സുമൊക്കെ പ്രവർത്തിക്കാൻ ശേഷിയുള്ള, അതെല്ലാം സൂക്ഷ്മ ശരീരത്തിൻ്റെ ഭാഗമാണ്, അതിനൊക്കെ പ്രവർത്തിക്കാൻ ശേഷിയുള്ള ശരീരത്തെയും നിർമ്മിക്കുക എന്ന് പറയുന്നത് ഏറ്റവും സങ്കീർണമായ പ്രക്രിയയാണ്. അത് ആ ചുമതല ഏറ്റവും പവിത്രവും ഏറ്റവും ഉദാത്തവും ഏറ്റവും ഉത്തരവാദിത്വമുള്ളതുമായ ചുമതല. അതാണ് ആ യുവതിമാരിൽ നടക്കുന്നത്. ഗർഭകാലം ഏറ്റവും സങ്കീർണമായിട്ടുള്ള ചുമതലയുള്ളതായ സന്ദർഭമാണ് എന്നും നമുക്കറിയാം. പുരുഷനിൽ ഇതൊന്നും തന്നെയില്ല. ആകെ ബീജദാതാവ് മാത്രമാണ്. പുരുഷനിൽ യാതൊരു പ്രക്രിയയുമില്ല. അതിനെ ബ്രഹ്മചര്യം കൊണ്ട് നിയന്ത്രിച്ച് നിർത്തണം. അതിനാണ് ബ്രഹ്മചര്യം പറഞ്ഞിരിക്കുന്നത്. മാല ചാർത്തിയാൽ, മാലയിട്ട് കഴിഞ്ഞാൽ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ടാണ്. വേറെ യാതൊരു ശാരീരിക പ്രക്രിയയും നടക്കുന്നില്ല. ആകെ ബീജോൽപത്തിക്ക് വേണ്ടിയിട്ടുള്ള മയോസിസ് എന്നുള്ള സെൽ ഡിവിഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ഒരു മയോസിസും ഒരു മൈറ്റോസിസും നടക്കുന്നു, അത്രയേ ഉള്ളൂ. അത് മൈറ്റോസിസ് നിരന്തരം നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും ആവശ്യത്തിനനുസരിച്ച് നടക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ മൈറ്റോസിസിൽ ക്രോമസോമിൻ്റെ എണ്ണം അതേപോലെ നിലനിർത്തും. മയോസിസിൽ ക്രോമസോമിൻ്റെ എണ്ണം പകുതിയാക്കും, അത്രയേ ഉള്ളൂ. ബീജത്തിൽ പകുതി ക്രോമസോമുകൾ മാത്രമേ പാടുള്ളൂ. അതുകൊണ്ട് ബീജത്തിലെ ക്രോമസോമുകളുടെ എണ്ണം പകുതിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു മയോസിസ്, പിന്നെ ഒരു മൈറ്റോസിസ്. അത് സ്വാഭാവികമായ ശരീരത്തിലെ പ്രക്രിയ. വേറെ വിശേഷവിധിയുള്ള ഒരു പ്രക്രിയയുമില്ല. ആ ബീജം നഷ്ടപ്പെടരുത്, അതിനുവേണ്ടി ബ്രഹ്മചര്യം. അത് ആചാര്യന്മാർ പറഞ്ഞു തന്നു. നമ്മുടെ വ്രതവിധികളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന അത്യന്തം ശാസ്ത്രീയമാണ്. അതാണ് പുരുഷന് ഈ പുതിയ തലമുറയുടെ സൃഷ്ടിപ്രക്രിയയിൽ യാതൊരു പങ്കും, സങ്കീർണമായ യാതൊരു പങ്കുമില്ല. ആകെ ബീജദാതൃത്വം മാത്രം. അത് തികച്ചും ലളിതം, തികച്ചും നിസ്സാരം. എന്നാൽ ഏറ്റവും സങ്കീർണവും പവിത്രവുമായിട്ടുള്ള പ്രക്രിയ അത് അമ്മയുടേതാണ്. അതാണ് 10 വയസ്സിന് മുകളിൽ 50 വയസ്സിന് താഴെയുള്ള യുവതിമാർ, അവർ അമ്മമാരാണ്. ലോകമാതാവ്, അതാണ് എല്ലാ സ്ത്രീകളും അമ്മമാരാണ് എന്ന് ഭാരതം പഠിപ്പിച്ചത്. എല്ലാ സ്ത്രീകളെയും അമ്മമാരായി കാണാനുള്ള സംസ്കാരം നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. നമ്മുടെ ഭാരതീയ സംസ്കാരം ഈ പ്രകാരത്തിൽ പവിത്രമായി തീർന്നതിൻ്റെ പിന്നിൽ അടിസ്ഥാനപരമായിട്ടുള്ള ജീവിത ദർശനമുണ്ട്. അങ്ങനെ യുവതിമാരിൽ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് സൃഷ്ടിപ്രക്രിയയാണ്. പ്രാണചലനം ആ പ്രകാരത്തിലാണ്. ശരീരത്തിലെ രാസപ്രവർത്തനമെല്ലാം ആ പ്രകാരത്തിലാണ്. എന്നാൽ അവിടെ ചെയ്തു വച്ചിരിക്കുന്ന സംവിധാനം, ആ ക്ഷേത്രത്തിൽ മാത്രം ഉള്ള സംവിധാനം, അത് ലയപ്രക്രിയയാണ്. അതിന് സംഹാര പ്രക്രിയ എന്നും പറയും. ലയം എന്നുള്ള ദേ അർത്ഥത്തിൽ തന്നെ സംഹാരം, കൊല്ലലല്ല, സംഹാരം, ലയിപ്പിക്കൽ. അങ്ങനെ ലയപ്രക്രിയ അഥവാ സംഹാര പ്രക്രിയ, അതാണ് അവിടെ ചിട്ട ചെയ്തു വച്ചിരിക്കുന്നത്. അവിടെ പടിയിൽ പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട്. അയ്യപ്പൻ്റെ തിരുവിഗ്രഹത്തിൽ ഏത് പ്രകാരത്തിലാണോ പ്രതിഷ്ഠാ സമയത്ത് പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നത്, അതേ പ്രകാരത്തിൽ ഈ 24 പടികളിലും 18ഉം 6ഉം 24 പടികളിലും പ്രാണപ്രതിഷ്ഠ ചെയ്തു വച്ചിട്ടുണ്ട്.
വിഗ്രഹം എത്ര കണ്ട് പവിത്രമോ അതേപോലെ പവിത്രമാണ് ആ പടികൾ ഓരോന്നും. അതാണ് ഒന്നാം തൃപ്പടി, രണ്ടാം തൃപ്പടി. നമ്മൾ അങ്ങനെ ചൊല്ലുമല്ലോ ഭജനയില്. ഒന്നാം തൃപ്പടി ശരണമെൻ്റെ അയ്യപ്പ, രണ്ടാം തൃപ്പടി ശരണമെൻ്റെ അയ്യപ്പ. അത് തൃപ്പടിയാണ്, ഭഗവാന്റെ തത്വമാണ്, ഭഗവാൻ നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന തത്വമാണ്. അവിടെ എല്ലാം പ്രാണപ്രതിഷ്ഠ ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഇരുമുടിക്കെട്ടും തലയിൽ വെച്ചേ കയറാൻ പാടുള്ളൂ. ഇത്രയേറെ വ്രതം വെച്ചേ കയറാൻ പാടുള്ളൂ. നാമം ഉച്ചരിച്ചുകൊണ്ടേ കയറാൻ പാടുള്ളൂ. പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട്. പടിപൂജ ചെയ്യുന്നത് അതുകൊണ്ടാണ്. മറ്റൊരു ക്ഷേത്രത്തിലും പടിപൂജയില്ല. ഇവിടെ പടിപൂജയുണ്ട്. ആ പടിപൂജ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഇരുമുടിക്കെട്ട് എങ്ങനെയാണ് കെട്ടുമുറുക്കേണ്ടത് നമുക്കെല്ലാവർക്കും അറിയാം. അതുമായി മാത്രമേ കയറാൻ പാടുള്ളൂ, അല്ലാതെ കയറാൻ പാടില്ല. ഈ കർപ്പൂരാടിയിൽ അഗ്നി ജ്വലിപ്പിക്കുവാൻ മേൽശാന്തി തന്ത്രി ഇറങ്ങി വരും. അപ്പോൾ മാത്രമേ തലയിൽ ഇരുമുടിക്കെട്ടില്ലാതിരിക്കൂ. അദ്ദേഹത്തിന് മാത്രമേ ആ സമയത്ത് അതിനുവേണ്ടി മാത്രമേ അതിന് അനുവാദമുള്ളൂ. അതല്ലാതെ ഇരുമുടിക്കെട്ടില്ലാതെ പാടില്ല. കാരണം അവിടെ പ്രാണപ്രതിഷ്ഠ ചെയ്തിരിക്കുകയാണ്. നാം കയറിപ്പോകുന്നത് പ്രാണപ്രതിഷ്ഠ ചെയ്തിരിക്കുന്ന പടിയുടെ രൂപത്തിലുള്ള വിഗ്രഹത്തിലൂടെയാണ്. ആ വിഗ്രഹം നാം തന്നെയാണ്. അങ്ങനെയുള്ള ആ ഉദാത്തമായ 18ാം പടി ഈ ശരീരത്തിൽ സൃഷ്ടിപ്രക്രിയ നടക്കുമ്പോൾ കയറാൻ പാടില്ല എന്ന് തീരുമാനിച്ച നമ്മുടെ മുത്തശ്ശിമാരുടെയും അമ്മമാരുടെയും സഹോദരിമാരുടെയും തപോബലത്തെ നാം നമസ്കരിക്കണം. ആ അമ്മമാരെ നമസ്കരിക്കണം. അത് കാരണം യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ മറന്നുപോയി എങ്കിലും മുത്തശ്ശിമാർ പറഞ്ഞു തന്നിരിക്കുന്ന ആ വിധിയെ അങ്ങേറ്റം ആദരിക്കുന്നു നമ്മുടെ സഹോദരിമാരും അമ്മമാരും കേരളത്തിലെ പാണ്ഡ്യനാട്ടിലും തമിഴ്നാട്ടിലും ഒക്കെ. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? നാമമന്ത്ര ഘോഷയാത്ര നടത്തി എല്ലായിടവും. അവിടെ സ്ത്രീകൾക്ക് വിലക്കില്ല, സ്ത്രീകൾ വരില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. ശരണം വിളിച്ചുകൊണ്ട് അവർ നാമമന്ത്ര ഘോഷയാത്ര നടത്തി. അതിനെ തടയാൻ ശ്രമിച്ചു, അതിനെ ആക്ഷേപിച്ചു ഒക്കെ ചെയ്തു. നമ്മളെല്ലാം കണ്ടതാണ്. വലിയ അശാസ്ത്രീയമായ ക്രൂരകർമ്മങ്ങളാണ് അന്നൊക്കെ സംഭവിച്ചത്. ഇന്നും അനേകം അയ്യപ്പ ഭക്തന്മാർക്ക് കേസുകൾ കിടപ്പുണ്ട്. ഇതിൻ്റെ പിന്നിൽ വലിയൊരു തത്വശാസ്ത്രമുണ്ട്. നമ്മുടെ ക്ഷേത്രവും ക്ഷേത്ര ആചാരവും ഒക്കെ വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള സങ്കല്പത്തിൽ ഭാവനയിൽ കെട്ടിപ്പൊക്കിയതല്ല. അതിൻ്റെ എല്ലാം പിന്നിൽ വേദാന്ത ശാസ്ത്രമുണ്ട്, ഉപനിഷത്ത് ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രം നാം പഠിക്കണം. ഇതിൽ ഇത്രയും നാം പഠിച്ചു വെച്ചാൽ മതി. അവിടെ ലയപ്രക്രിയയാണ് പടിചവിട്ടൽ. യുവതിമാരായിരിക്കുമ്പോൾ 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്ക് യുവതിമാരായിരിക്കുമ്പോൾ അപ്പോൾ സൃഷ്ടിപ്രക്രിയയാണ്. ഇത് രണ്ടും വിപരീതമാണ്. അതുകൊണ്ടാണ് യുവതിമാർ മല ചവിട്ടാത്തത്. അതെന്നും പരിപാലിക്കപ്പെടണം. യുവതിമാരവിടെ വന്നാൽ വിപ്ലവം ഉണ്ടാവില്ല, ഒരിക്കലും അതുകൊണ്ട് നന്മയുണ്ടാവില്ല. അവിടെ വരേണ്ടത് ഈ വിധിപ്രകാരമാണ്. യുവതിമാർക്ക് മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും പോകാം, മറ്റെല്ലാ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലും പോകാം. അയ്യപ്പ വിഗ്രഹത്തിൻ്റെ അതേ രൂപത്തിൽ ഇന്ന് കേരളത്തിനകത്തും പുറത്തും പുതിയ ക്ഷേത്രങ്ങൾ, അയ്യപ്പ ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നു. അവിടെയെല്ലാം യുവതിമാർക്ക് പോകാം, ഒരു കുഴപ്പമില്ല. കാരണം അവിടെ ഈ സംവിധാനം ചെയ്തിട്ടില്ല. മറ്റെല്ലാ ക്ഷേത്രത്തിലും സ്ഥിതിക്രമമാണ്, കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇതേപോലെ പവിത്രമാണ് സ്ഥിതിക്രമം. അവിടെ സമർപ്പണമാണ്, തത്വങ്ങളെ സമർപ്പിക്കുകയാണ്, തത്വങ്ങളെ ലയിപ്പിക്കുകയല്ല. അതുകൊണ്ട് ബാക്കി എല്ലാ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലും മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും ശിവനായാലും വിഷ്ണുവായാലും രാമനായാലും ഭദ്രകാളിയായാലും ഭഗവതിയായാലും അവിടെ എല്ലാം എല്ലാവർക്കും പോകാം, എല്ലാവർക്കും ദർശനം നടത്താം. അതിൻ്റെ ക്രമമെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയും. അവിടെ എങ്ങും വിലക്കില്ല. അതേപോലെ ഈ തിരുവാഭരണം ചാർത്തിയുള്ള ദർശനം മകരം 1 തൊട്ട് നടയടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ അവിടെ ഉണ്ട്. നടയടക്കുന്നതിന് തലേ ദിവസം വരെ അവിടെ ഉണ്ട് തിരുവാഭരണം ചാർത്തിയുള്ള ദർശനം. അതിനുള്ള അവസരം യുവതിമാർക്കും ലഭിക്കും. എവിടെ? ഇങ്ങ് പന്തളത്ത് ആ തിരുവാഭരണ ദർശനത്തിന് എല്ലാവർക്കും സമയം ഒരുക്കും. ഈ വൃശ്ചിക മാസത്തിൽ, വൃശ്ചികം ധനുമാസത്തിൽ
എന്ന് മാത്രമല്ല, ആ തിരുവാഭരണം അവിടെ ശബരിമലയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുമ്പോൾ പെരിനാട്ട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ചാർത്തും. ആ തിരുവാഭരണം ചാർത്തും തിരിച്ചു കൊണ്ടുവരുമ്പോൾ. അങ്ങനെ തിരുവാഭരണം ചാർത്തിയാൽ എല്ലാവർക്കും ദർശനം നടത്താൻ അതിന് യാതൊരു തടസ്സവുമില്ല. എന്താ കാരണം? അവിടെ ഈ ലയക്രമത്തിലുള്ള 18 പടി പ്രതിഷ്ഠിച്ചിട്ടില്ല, പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ടില്ല. അത് അവിടെ മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറിടത്തും ചെയ്തിട്ടില്ല. കാരണം അത്ര ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ്, നിർവഹിക്കേണ്ടതാണ്. ഈ തത്വം നാം അറിയണം, ആ തത്വം നാം ഉൾക്കൊള്ളണം, ഇത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം. ഇത് ഒരു ലേഖനത്തിൻ്റെ രൂപത്തിൽ, ചെറിയൊരു ലേഖനത്തിൻ്റെ രൂപത്തിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഹിന്ദു വിശ്വം എന്നുള്ള മാസികയുണ്ട്. അതിൻ്റെ നവംബർ ലക്കത്തിലെ ആദ്യ ലേഖനമായിട്ട് അയ്യപ്പൻ വേദാന്ത സ്വരൂപൻ എന്നാണ് അതിൻ്റെ തലക്കെട്ട്, ഞാൻ എഴുതിയിട്ടുണ്ട്. അത് വായിക്കണം എന്ന് മാത്രമല്ല, ഒരു പുസ്തകം എഴുതി, അധ്യാത്മ ശബരീശ്വരം, സബ് ടൈറ്റിലായിട്ട് യുവതിമാർ മലജ വിട്ടാത്തത് എന്നും കവർ പേജിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രിന്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഈ മകര സംക്രമത്തിന് തൊട്ട് മുമ്പ്, അത് കഴിഞ്ഞാൽ ഉടനോ അത് പുറത്തു വരും. ആ പുസ്തകം എല്ലാവരും വായിക്കണം. അതിനകത്ത് ഇതിൻ്റെ അടിസ്ഥാന കാരണങ്ങളെല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 184 പേജിൽ അതെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. വിശദമായിട്ട് അതിൽ പഠിക്കാൻ കഴിയും. അപ്പോൾ നാം ഈ സന്ദേശം എല്ലാവർക്കും എത്തിക്കണം. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വേണമെങ്കിൽ ആകാം, അതിന് അറിയിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോ ഫേസ്ബുക്കിൽ 30 ദിവസം കിടക്കും, ഇതേപോലെ കിടക്കും. അത് കഴിഞ്ഞാൽ ഇതിനെ ഞങ്ങൾ യൂട്യൂബിലിടും. ജനുവരി 18-ാം തീയതി ഇത് യൂട്യൂബിൽ വരും. 4-5 ദിവസമായിട്ട് ഇതിനെ യൂട്യൂബിലിടും. അതെന്നും കിടക്കും. ഈ വീഡിയോ, ഈ ക്ലാസ് ജനുവരി 18 തൊട്ടുള്ള 5 ദിവസങ്ങളിലായിട്ട് യൂട്യൂബിനകത്ത് സത്യാനന്ദ സംസ്കൃതി എന്ന പേരാ യൂട്യൂബ് ചാനലിലുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഇത് കാണാം, വീണ്ടും വീണ്ടും വായിക്കാം, വീണ്ടും വീണ്ടും കേൾക്കാം. എല്ലാവരെയും അറിയിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, എൻ്റെ പരമഗുരുവായ പരമദൈവതമായ അയ്യപ്പസ്വാമിയുടെ പാദപങ്കജങ്ങളിൽ, ശ്രീ ധർമ്മശാസ്താവിൻ്റെ പാദപങ്കജങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം നിങ്ങളുടെ ഹൃദയങ്ങളിലും സമർപ്പിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ഓം ഹരിഹരസുതൻ ആനന്ദചിത്തൻ അയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ, ശരണമയ്യപ്പ, ശരണമയ്യപ്പ.